ഓരോ ദിവസവും പുലരുന്നത് ഒരു പുതിയ ഫ്രെയിമിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു 75-കാരൻ എനിക്കറിയാം. ആലത്തൂർ KV വിൻസെൻ്റാണ് ഞാൻ പറയുന്ന ഈ ഫോട്ടോഗ്രാഫർ. 5 പതിറ്റാണ്ട് കൊണ്ട് പാലക്കാടിനുണ്ടായ മാറ്റം വിൻസെൻറ്റിൻ്റെ ഫോട്ടോ ശേഖരത്തിലുണ്ട്. തഹസീൽദാരായിട്ടായിരുന്നു ലാവണം. വിരമിച്ച ശേഷം വിൻസെൻ്റ് മുഴുവൻ സമയവും ഒരു ഫോട്ടോഗ്രാഫറായി മാറി. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. 1977 കരിമ്പനകൾക്ക് നടുവിലെ സിവിൽ സ്റ്റേഷന്റെ കാഴ്ച. അതേ ഇടത്തിൽ നിന്ന് 2023 ചിത്രം. അടിയന്തരാവസ്ഥ കാലത്തെ അടിമക്കച്ചവടം, കോഴിപ്പതി ഗ്രാമത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ സൂചിപ്പിക്കുന്ന ചിത്രം. അങ്ങനെ പലതും കണ്ടു ഈ ക്യാമറ കണ്ണ്. 23-ാം വയസ്സിലാണ് വിൻസെന്റ് റവന്യൂ വിഭാഗത്തിൽ ക്ലാർക്കായി എത്തുന്നത്. സോഷ്യൽ എക്കണോമിക് സർവേയുടെ ഭാഗമായി ചിത്രങ്ങൾ പകർത്താൻ IAS ഉദ്യോഗസ്ഥ നില ഗംഗാധരനാണ് ആദ്യമായി ക്യാമറ എടുത്തു നൽകിയത്. എരുത്തേമ്പതിയിലെ കരിമ്പനക്കൂട്ടങ്ങളാണ് ആദ്യമായി ക്ലിക്ക് ചെയ്ത ചിത്രം. വിൻസെന്റിന്റെ പല ചിത്രങ്ങളും അക്കാലത്ത് ചർച്ചയായി. പിന്നെ 10,000-കണക്കിന് ചിത്രങ്ങൾ. അവരുടെ സോഷ്യോ എക്കണോമിക് സർവേക്ക് വേണ്ടി കൊഴിഞ്ഞാമ്പാറ പരിസരത്തുള്ള ഒരു കോഴിപ്പതി എന്ന് പറയുന്ന ഗ്രാമത്തിനെ കുറിച്ചുള്ള ഒരു പഠനത്തിന് വേണ്ടി ഫോട്ടോകൾ എടുക്കാനാണ് എനിക്ക് തന്നത്. അതിൽ ഞാൻ എരുത്തേമ്പതി, വലിയ വെള്ളംപതി, കൊഴിഞ്ഞാമ്പാറ ആ ഏരിയയിലൊക്കെയുള്ള കുറേ ഫോട്ടോകൾ എടുത്തവർക്ക് കൊടുത്തു. അതൊക്കെ അവരുടെ സോഷ്യോ എക്കണോമിക് സർവേയിൽ ചേർത്തി. ജോലിയുടെ ഭാഗമായുള്ള ട്രാൻസ്ഫറുകളാണ് ഇദ്ദേഹത്തെ പുതിയ ഫ്രെയിമുകളിലേക്ക് എത്തിച്ചത്. ചിത്രങ്ങൾ എടുക്കുമ്പോഴും ചില നിർബന്ധങ്ങളുണ്ട് വിൻസെന്റിന്. അന്ന് നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും എന്നതായിരുന്നു പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ എന്തും എടുക്കാൻ നമുക്ക് സാധിക്കും, പക്ഷെ എന്താണ് എടുക്കാതിരിക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് അനുഭവപ്പെടുക. ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇനി പുതിയ ഫ്രെയിമുകൾ തന്നെ തേടി എത്തില്ലല്ലോ എന്ന വിഷമമായിരുന്നു വിൻസെന്റിന്. ഫോട്ടോകൾക്ക് വേണ്ടി ഫോട്ടോഷോപ്പോ പ്രത്യേക യാത്രകളോ ഒന്നുമില്ലാത്ത വിൻസെന്റ് ഇനിയും കാത്തിരിപ്പിലാണ്, തന്നെ തേടി എത്താൻ പോകുന്ന അസംഖ്യം ഫ്രെയിമുകൾക്കായി. 24 പാലക്കാട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.